ഹലോ, എല്ലാവർക്കും നമസ്കാരം. വിവിധ PSC പരീക്ഷകളിലായിട്ട് നിരവധി തവണ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് തൂലികാ നാമങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിനു മുമ്പേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ പോയിന്റ് നോക്കാം. കോവിലൻ എന്നറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. അതായത് വട്ടോപ്പറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്നാണ് VV അയ്യപ്പന്റെ ഫുൾ ഫോം. കോവിലൻ VV അയ്യപ്പൻ. അപ്പൊ കോവിലൻ എന്ന് പറയുമ്പോ തന്നെ കോവിലിന്റെ ഒക്കെ മേൽക്കൂര നമ്മൾ V ഷേപ്പിലല്ലേ ഉണ്ടാവുക, ഗോപുരം. അപ്പൊ അതുകൊണ്ട് കോവിലൻ VV എന്ന് ഓർക്കുക. അപ്പൊ അയ്യപ്പന്റെ ഒരു കോവിലാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ കോവിലൻ VV അയ്യപ്പൻ കേട്ടോ. അടുത്തത് അയ്യനേത്ത് P. അത് AP പത്രോസ് ആണ്. അയ്യനേത്ത് P എന്ന് പറയുന്നത് AP പത്രോസ് ആണ്. നമ്മൾ അയ്യോ അവന്റെ ഒരു പത്രാസ് എന്നൊക്കെ ഓർത്ത് വെക്കുക. അപ്പൊ അയ്യനേത്ത് പത്രാസ്, അയ്യേ പത്രാസുകാരൻ എന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് അഭയദേവ് അയ്യപ്പൻ പിള്ള. അഭയദേവ് അയ്യപ്പൻ പിള്ള. അപ്പൊ അഭയം, ദൈവത്തിന്റെ അയ്യപ്പന്റെ അടുത്ത് അഭയം തേടി എന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അഭയദേവ് അയ്യപ്പൻ പിള്ള. അടുത്തത് സൈക്കോ പറഞ്ഞ അഹമ്മദ്. സൈക്കോ അഹമ്മദ് ആണ്. അടുത്തത് പി പറഞ്ഞ P കുഞ്ഞിരാമൻ നായരാണ്. പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായർ. അടുത്തത് വിലാസിനി MK മേനോൻ. M കുട്ടികൃഷ്ണ മേനോൻ എന്നാണ് ഫുൾ നെയിം. MK മേനോൻ വിലാസിനി കേട്ടോ. പിന്നെ പാറപ്പുറത്ത് KE മത്തായി. പാറപ്പുറത്ത് KE മത്തായി. പാറപ്പുറത്ത് ഇങ്ങനെ മത്ത് പിടിച്ചിങ്ങനെ ഇരിക്കാന്ന് ഓർത്ത് വെക്കുക. പാറപ്പുറത്ത് KE മത്തായി. K ഈശോ മത്തായി എന്നാണ് കേട്ടോ ഫുൾ നെയിം. K ഈശോ മത്തായി എന്നാണ്. പാറപ്പുറത്ത് KE മത്തായി. ഉറൂബ് PC കുട്ടികൃഷ്ണൻ. ഉറൂബ് PC കുട്ടികൃഷ്ണനാണ്. നന്ദനാറ് PC ഗോപാലൻ. നന്ദനാറ് PC ഗോപാലൻ. അടുത്തത് കാക്കനാടൻ ജോർജ് വർഗീസ് ആണ്. കാക്കനാടൻ ജോർജ് വർഗീസ്. അപ്പൊ ഒന്നുകൂടെ എല്ലാം നോക്കാം. കോവിലൻ VV അയ്യപ്പൻ. അയ്യനേത്ത് P എന്ന് പറഞ്ഞാല് AP പത്രോസ്. അഭയദേവ് അയ്യപ്പൻ പിള്ള. സൈക്കോ ആണെങ്കിൽ അഹമ്മദ്. പി കുഞ്ഞിരാമൻ നായർ കേട്ടോ. വിലാസിനി ആണെങ്കിൽ MK മേനോൻ. ഫുൾ നെയിം എന്താണ്? M കുട്ടികൃഷ്ണ മേനോൻ. പാറപ്പുറത്ത് KE മത്തായി. ഉറൂബാണെങ്കിൽ PC കുട്ടികൃഷ്ണൻ. നന്ദനാറ് PC ഗോപാലൻ. കാക്കനാട് ജോർജ് വർഗീസ്. അടുത്തത് തിക്കോടിയൻ ആണെങ്കിൽ കുഞ്ഞനന്ദൻ നായർ കേട്ടോ. തിക്കോടിയൻ കുഞ്ഞനന്ദൻ നായർ. സഞ്ജയൻ എന്ന് പറഞ്ഞ ആരാണ്? MR നായരാണ് കേട്ടോ. സഞ്ജയൻ MR നായർ. മാണിക്കോത്ത് രാമുണ്ണി നായർ എന്നാണ് ഫുൾ നെയിം കേട്ടോ. MR മാണിക്കോത്ത് രാമുണ്ണി നായർ എന്നാണ്. പിന്നെ VKN എന്താ? വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള കേട്ടോ. VKN വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ. അടുത്തത് ഒളപ്പമണ്ണയാണ് ആര്? സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. പിന്നെ കട്ടക്കയം പറഞ്ഞ ആരാണ്? ചെറിയാൻ മാപ്പിള കേട്ടോ. കട്ടക്കയം ചെറിയാൻ മാപ്പിള. അടുത്തത് സിനിക്ക് M വാസുദേവൻ നായരാണ്. K സരള എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. അപ്പൊ മാറിപ്പോയത് സിനിക്ക് M വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായരെ പറയുന്നത് K സരള എന്നാ കേട്ടോ. അക്കിത്തമാണെങ്കിലോ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് അക്കിത്തം. പ്രേംജി MT ഭട്ടത്തിരിപ്പാട്. ഇതും മാറിപ്പോയത്. പ്രേംജി MT ഭട്ടത്തിരിപ്പാടാണ്. എന്നാൽ MRB എന്നറിയപ്പെടുന്നത് MR ഭട്ടത്തിരിപ്പാട് കേട്ടോ. പ്രേംജി MP ഭട്ടത്തിരിപ്പാടും MRB എന്ന് പറയുന്നത് MR ഭട്ടത്തിരിപ്പാട്. മുല്ലമംഗലത്ത് രാമൻ ഭട്ടത്തിരിപ്പാട് എന്നാണ് കേട്ടോ ഫുൾ നെയിം. അപ്പൊ ഒന്നുകൂടെ എല്ലാം പറയാം. തിക്കോടിയൻ കുഞ്ഞനന്ദൻ നായർ. സഞ്ജയൻ MR നായർ. VKN ആണ് വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. കട്ടക്കയമാരാണ് ചെറിയാൻ മാപ്പിള. സിനിക്കും K സരളയും. സിനിക്ക് M വാസുദേവൻ നായരും K സരള എന്ന് പറഞ്ഞ MT വാസുദേവൻ നായരുമാണ് കേട്ടോ. പിന്നെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയും. പ്രേംജി ആണെങ്കിൽ MP ഭട്ടത്തിരിപ്പാടും. MRB ആണെങ്കിൽ MR ഭട്ടത്തിരിപ്പാടുമാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഇടമറുക് പറഞ്ഞ TC ജോസഫ് ആട്ടോ. ഇടമറുക് TC ജോസഫ്. നമ്മളിപ്പോ 10th TC ഒക്കെ വാങ്ങി പോകുമ്പോ നമുക്ക് എവിടെയും മറുക് ഉണ്ടോ എന്നൊക്കെ നോക്കല്ലോ. TCയിൽ നമുക്ക് എഴുതാനും നമ്മുടെ 10th സർട്ടിഫിക്കറ്റിലൊക്കെ വേണ്ടി വരുമല്ലോ നമുക്ക് ഐഡന്റിഫിക്കേഷൻ മാർക്ക്. അപ്പം മറുക് കാണിച്ചു കൊടുക്കല്ലോ. അപ്പൊ ഇടമറുക് TC ജോസഫ് അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. പിന്നെ സുമംഗല ലീല നമ്പൂതിരിപ്പാടാണ്. സുമംഗല ലീല നമ്പൂതിരിപ്പാട്. പിന്നെ ആശാമേനോന് K ശ്രീകുമാർ. ആശാമേനോൻ K ശ്രീകുമാർ.
അടുത്തത് വൈശാഖൻ. വൈശാഖൻ എന്നറിയപ്പെടുന്നത് MK ഗോപിനാഥാണ്. വൈശാഖൻ MK ഗോപിനാഥ്. പിന്നെ കോഴിക്കോടനാണ്. കോഴിക്കോടൻ മുണ്ടക്കാപ്പറമ്പിൽ അപ്പുക്കുട്ടൻ നായരാണ് കേട്ടോ. കോഴിക്കോടൻ മുണ്ടക്കാപ്പറമ്പിൽ അപ്പുക്കുട്ടൻ നായർ. പിന്നെയുള്ളത് ആനന്ദാണ്. ആനന്ദ് ആരാണ്? പി സച്ചിദാനന്ദൻ കേട്ടോ. ആനന്ദ് പി സച്ചിദാനന്ദൻ. മാലി എന്നറിയപ്പെടുന്നത് വി മാധവൻ നായർ. മാലി മാധവൻ നായർ. ആനന്ദ് സച്ചിദാനന്ദൻ. ഓക്കെ. മാധവ് എന്നാണെങ്കിൽ മാധവൻ നായർ. അപ്പൊ ഈ രണ്ട് പേര് മാറിപ്പോരുത്. മാലി മാധവൻ. മാലിയില് വി മാധവൻ നായരും മാധവ് ആണെങ്കിൽ പി മാധവൻ നായരുമാണ്. അപ്പൊ എന്തെങ്കിലും വിക്ടറി ഒക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് മാലയൊക്കെ ചേർത്ത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. മാല, മാലി എന്ന് പറയുമ്പോ വിക്ടറി വി ഓർത്ത് വെക്കുക. വി മാധവൻ നായർ, മാലി. മാധവ് ആണെങ്കിൽ പി മാധവൻ നായർ കേട്ടോ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക. അടുത്തത് തുളസീവനം. തുളസീവനം ആർ രാമചന്ദ്രൻ നായർ. തുളസീവനം ആർ രാമചന്ദ്രൻ നായർ. അപ്പൊ വനവാസത്തിനൊക്കെയാണ് രാമൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ തുളസി കൊണ്ടുള്ള ഒരു വനമാണ്, തുളസി ഉള്ള ഒരു വനമാണെന്ന് ഓർത്ത് വെക്കുക. തുളസീവനം രാമചന്ദ്രൻ നായർ. അടുത്തത് ചെറുകാട്, മലങ്കാടൻ എന്നൊക്കെ പറഞ്ഞത് ഗോവിന്ദ പിഷാരടി കേട്ടോ. അത് നമ്മുടെ സിനിമാ നടൻ രമേശ് പിഷാരടിയെ ഓർത്തു വെക്കാം. അപ്പൊ ചെറിയൊരു കാട്ടിലൂടെ, മലയ്ക്കുള്ളൊരു ചെറിയ കാട്ടിലൂടെ ഈ രമേശ് പിഷാരടി ഇങ്ങനെ നടന്നു പോണത് ഓർത്തു വെക്കാം. അപ്പൊ ചെറുകാട്, മലങ്കാടൻ എന്നൊക്കെ പറയുന്നത് ഗോവിന്ദ പിഷാരടിയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ എല്ലാം നോക്കാം. ഇടമറുക് TC ജോസഫാണ്. സുമംഗല ലീല നമ്പൂതിരിപ്പാട്. ആശാ മേനോനാണെങ്കിൽ K ശ്രീകുമാർ. വൈശാഖനാണെങ്കിൽ MK ഗോപിനാഥ്. കോഴിക്കോടൻ മുണ്ടക്കാപ്പറമ്പിൽ അപ്പുക്കുട്ടൻ നായർ. ആനന്ദാണെങ്കിൽ പി സച്ചിദാനന്ദൻ. മാലി വിക്ടറി വി മാധവൻ നായർ. മാധവ് ആണെങ്കിൽ പി മാധവൻ നായർ. തുളസീവനമാണെങ്കിലോ ആർ രാമചന്ദ്രൻ നായർ. രാമച്ചവും തുളസിയും എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യക്കല്ലിരുന്നു, അത് ഓർത്തു വെക്കാം. അപ്പൊ രാമചന്ദ്രൻ നായർ തുളസീവനം. രാമച്ചവും തുളസിയും അങ്ങനെ ഓർത്തു വെക്കാം. ചെറുകാട്, മലങ്കാടൻ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ പിഷാരടി. ഇത് നമുക്ക് അടുത്തത് നോക്കാം അല്ലെ. അടുത്തത് ഇന്ദുചൂടനാണ്. ഇന്ദുചൂടൻ പറഞ്ഞ KK നീലകണ്ഠൻ. നീലകണ്ഠനും ഇന്ദുചൂടനൊക്കെ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് അറിയാലോ. ഇന്ദുചൂടൻ KK നീലകണ്ഠൻ. പിന്നെ മുല്ലനേഴി. മുല്ലനേഴി പറഞ്ഞാൽ നീലകണ്ഠൻ നമ്പൂതിരി കേട്ടോ. അപ്പൊ അത് മാറിപ്പോരുത്. KK നീലകണ്ഠൻ ഇന്ദുചൂടനും. മുല്ലനേഴി പറഞ്ഞാൽ നീലകണ്ഠൻ ഒരു നമ്പൂതിരി ഉണ്ടാവും കേട്ടോ. നീലകണ്ഠൻ നമ്പൂതിരി എന്നുണ്ട്. പിന്നെ EM കോവൂര്. EM കോവൂര് K മാത്യു ഐപ്പാണ് കേട്ടോ. പിന്നെ പ്രഭ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ. EM കോവൂരാണ് K മാത്യു ഐപ്പ് കേട്ടോ. പിന്നെ AT കോവൂരാണെങ്കിലോ, AT കോവൂരാണെങ്കിൽ അബ്രഹാം തോമസ് കോവൂരാണ്. അബ്രഹാം തോമസ് കോവൂർ എന്നാണ് ATയുടെ ഫുൾ ഫോം കേട്ടോ. പിന്നെ കൽക്കി. കൽക്കി പറഞ്ഞ കൃഷ്ണമൂർത്തി. കൽക്കി കൃഷ്ണമൂർത്തി. അടുത്തത് ഓംചേരി. ഓംചേരി N നാരായണൻ പിള്ളയാണ്. ഓംചേരി N നാരായണൻ പിള്ള അല്ലെങ്കിൽ NN പിള്ള. പിന്നെ ONV ബാലമുരളി എന്നൊക്കെ അറിയപ്പെടുന്ന ON വേൽക്കുറുപ്പാണ് കേട്ടോ. ONV കുറുപ്പ്. പിന്നെ MRKC. MRKC പറഞ്ഞ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് MRKC എന്ന് പറയുന്നത്. അടുത്തത് പിന്നെ കമലാദാസ് മാധവിക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് കമലാ സുരയ്യ. പിന്നെ അതെല്ലാവർക്കും അറിയാലോ. കമലാദാസ് മാധവിക്കുട്ടി കമലാ സുരയ്യ കേട്ടോ. അപ്പൊ ഞാനിതെല്ലാം ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇന്ദുചൂടൻ KK നീലകണ്ഠൻ. മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരി. EM കോവൂരാണെങ്കിൽ K മാത്യു ഐപ്പാണ്. പ്രഭ വൈക്കം മുഹമ്മദ് ബഷീറാണ്. AT കോവൂരാണെങ്കിൽ എബ്രഹാം. അടുത്തത് കൽക്കി. കൽക്കി എന്നറിയപ്പെടുന്നത് കൃഷ്ണമൂർത്തിയാണ്. ഓംചേരി ആണെങ്കിൽ N നാരായണൻ പിള്ള, NN പിള്ള. ONV ആണെങ്കിൽ ON വേലുക്കുറുപ്പ്. MRKC ആണെങ്കിൽ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. അടുത്തത് കമലാദാസ് അല്ലെങ്കിൽ മാധവിക്കുട്ടി. അത് കമലാ സുരയ്യ. കമലാദാസ് മാധവിക്കുട്ടിയൊക്കെ എന്നറിയപ്പെടുന്നത് കമലാ സുരയ്യാണ്. ഇനി അടുത്തത് നോക്കാം. കൊടുപുന്ന എന്നറിയപ്പെടുന്നത് ഗോവിന്ദ ഗണകൻ കേട്ടോ. ഗോവിന്ദ ഗണകനാണ് കൊടുപുന്ന എന്നറിയപ്പെടുന്നത്. പിന്നെ അത് അരുണൻ. അരുണൻ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാട്. അരുണൻ SK പൊറ്റക്കാട്. പമ്മൻ എന്ന് പറഞ്ഞാല് RP മേനോനാണ്. പമ്മൻ RP മേനോൻ. പമ്മൻ RP മേനോൻ. കേസരി ആണെങ്കിലോ രണ്ടാളുണ്ട് കേട്ടോ. കേസരി എന്നറിയപ്പെടുന്നത് ഒന്ന് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരും അതേപോലെ A ബാലകൃഷ്ണ പിള്ളയും വരും കേട്ടോ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് എന്തായാലും ഓപ്ഷനിൽ തരില്ല. ഇപ്പൊ കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ അല്ലെങ്കിൽ A ബാലകൃഷ്ണ പിള്ള. പിന്നെ കപിലൻ. കപിലൻ എന്നറിയപ്പെടുന്നത് K പത്മനാഭൻ നായർ കേട്ടോ. കപിലൻ K പത്മനാഭൻ നായരാണ്. കാനം EJ ഫിലിപ്പാണ് കേട്ടോ. EJ ഫിലിപ്പാണ് കാനം. കാനം എന്നറിയപ്പെടുന്ന ആരാണ്? EJ ഫിലിപ്പ്. അടുത്തത് പവനൻ. പവനൻ എന്ന് പറഞ്ഞ PV നാരായണൻ നായരാണ്. പവനൻ PV നാരായണൻ നായർ. അടുത്തത് കർമ്മസാക്ഷി. കർമ്മസാക്ഷി AP ഉദയഭാനു ആണ്. കർമ്മസാക്ഷി AP ഉദയഭാനു.
പിന്നെ ഡി സി ആണ്. ഡി സി ഡൊമിനിക് ചാക്കോ കിഴക്കേമുറിയാണ്. ഡൊമിനിക് ചാക്കോ കിഴക്കേമുറിയാണ് ഡി സി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കാലോ. കൊടുപുന്ന എന്നറിയപ്പെടുന്നത് ഗോവിന്ദ ഗണകനാണ്. അരുണൻ എസ് കെ പൊറ്റക്കാട്. പമ്മൻ എന്നറിയപ്പെടുന്നത് ആർ പി മേനോനാണ്. കേസരി 2 പേരുണ്ട്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരും അതേപോലെ എ ബാലകൃഷ്ണ പിള്ളയെയും കേസരി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അടുത്തത് കപിലൻ. കപിലൻ കെ പത്മനാഭൻ നായരാണ്. കാനമാണെങ്കിൽ ഇ ജെ ഫിലിപ്പ്. കാനം ഇ ജെ ഫിലിപ്പാണ്. പവനനാണെങ്കിലോ പി വി നാരായണൻ നായർ. പവനൻ പി വി നാരായണൻ നായർ. കർമ്മസാക്ഷി എ പി ഉദയഭാനു. കർമ്മസാക്ഷി എ പി ഉദയഭാനു. ഡി സി ആണെങ്കിൽ ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി. ഡൊമിനിക് ചാക്കോ കിഴക്കേമുറിയാണ് ഡി സി കേട്ടോ. അപ്പൊ ഇത്രയാണ് 50 തൂലികാ നാമങ്ങള്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.